നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പേരിലുള്ള തർക്കം പാടില്ല എന്നും നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നുമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശം. എന്നാൽ ഇത് വകവെക്കാതെ ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ അടിതൊടരുകയാണ്. ഏറ്റവും ഒടുവിലായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ചർച്ച വീണ്ടും സജീവമാക്കുന്നത്. പൊതുരംഗത്തുള്ള തന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രസംഗം. കൊച്ചിയിൽ നടന്ന PK ഡീവർ അനുസ്മരണ പരിപാടിയിലായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. താൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ ആളല്ലെന്നും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം മുറുകുന്നതിനിടയിലാണ് ചെന്നിത്തലയുടെ ഈ തുറന്നു പറച്ചിൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് നേതാവാകാമെന്നും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുടെ തലമുറയാണ് താനെന്നും ചെന്നിത്തല പറഞ്ഞു. ഇടയ്ക്ക് KSU ട്രഷറർ പദവിയിലുണ്ടായിരുന്നു. അന്ന് ആരും ഫണ്ട് തന്റെ കയ്യിൽ തന്നില്ലെന്നും അന്ന് സുധീരനാണ് അതൊരു അലങ്കാര പദവി എന്ന് പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ നേതാവാകാൻ സാധിക്കുന്ന ഇന്നത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി കഠിനമായ പ്രയത്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വളർന്നു വന്ന നേതൃനിരയാണ് കേരളത്തിലെ പഴയ തലമുറയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിൽ നടന്നുപോയും സൈക്കിളിൽ പോയും KSU യൂണിറ്റുകൾ ഉണ്ടാക്കിയ അനുഭവം അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചു. G. കാർത്തികേയൻ വർക്കലയിൽ മത്സരിക്കുമ്പോൾ താൻ പാറശാല താലൂക്ക് പ്രസിഡന്റായി അവിടെ വന്ന കാര്യവും അദ്ദേഹം അനുസ്മരിച്ചു. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല താൻ പൊട്ടി വീണ ആളല്ലെന്ന് ഓർമ്മിപ്പിച്ചത്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒട്ടനവധി നേതാക്കന്മാരുടെ കൂട്ടായ പരിശ്രമമാണ് കോൺഗ്രസ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പ്രസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. ചായക്കടയിലിരുന്ന് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകന്റെ മാനസിക വികാരം എന്തായിരിക്കുമെന്ന ചിന്ത ഓരോ നേതാവിനും ഉണ്ടാകണം. സ്ഥാനമാനങ്ങൾ വരികയും പോവുകയും ചെയ്യും. എന്നാൽ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് തനിക്ക് വലുത്. പാർട്ടിക്കെതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ താൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചും ചെന്നിത്തല പ്രതികരിച്ചു. LDF സർക്കാരിന്റെ അവകാശവാദം പൊളിഞ്ഞുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പരസ്യ പ്രതികരണം വിലക്കാൻ AICC നിർദ്ദേശം നൽകിയെങ്കിലും കേരളത്തിലെ മുതിർന്ന നേതാക്കൾ വഴങ്ങുന്ന മട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും വേണ്ടി കോൺഗ്രസിൽ ചേരിതിരിഞ്ഞ് ഓരോ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി കണ്ണൂരിലും മലപ്പുറത്തിലും പിന്നാലെ ആലുവയിലും ഫ്ലെക്സ് ബോർഡുകൾ പോലും ഉയർന്നിരുന്നു. ആലുവ തോട്ടുമുഖത്തായിരുന്നു ഫ്ലെക്സ് ഉയർന്നത്. UDF ജയിക്കും, VD സതീശൻ നയിക്കുമെന്നായിരുന്നു ഫ്ലെക്സിലെ വാചകം. ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ഇത്തരത്തിൽ നേതാക്കൾ നടത്തുന്നുണ്ട്. വിക്കിപീഡിയയിൽ KC വേണുഗോപാലിന്റെ പേജിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എന്ന് മാറ്റം വരുത്തിയതും ചർച്ചയായിരുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നത്. രാവിലെ 6 മണിക്കായിരുന്നു വിക്കി പേജിൽ മുഖ്യമന്ത്രി എന്നാക്കിയത്. പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൽ പോര് മുറുകുകയാണ്. നേതാക്കളുടെ അനുകൂലികൾ ഓരോരുത്തർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമത്തിലും പോര് കടുപ്പിച്ചിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നേതാക്കൾക്കെതിരെ അധിക്ഷേപം നടത്താനും സന്ദേശങ്ങൾ പങ്കുവെക്കുന്നതുൾപ്പെടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. KC വേണുഗോപാലിനെ പിന്തുണച്ചതിന് പിന്നാലെ K. സുധാകരനെതിരെയും അധിക്ഷേപം രൂക്ഷമായിരുന്നു. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം മുറുകുന്നതിനിടെ മുസ്ലിം ലീഗും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ജനവികാരം പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രി കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെന്നായിരുന്നു കോഴിക്കോട്ട് ചേർന്ന ലീഗ് നേതൃയോഗത്തിനു ശേഷം PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്.